വയറ്റിപ്പിഴപ്പിനായി പോലീസ് കോൺസ്റ്റബിൾ ആവുന്ന വർഗീസ് ആദിവാസികളുടെ സമരത്തിന്റെ ഭാഗമായി വയനാട്ടിൽ എത്തിപ്പെടുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന ട്രൂ ഇൻസിഡൻസ് ആണ് ഈ ഒരു നരിവേട്ട എന്ന സിനിമയുടെ കഥ. നമ്മൾ 2008 2015 കണ്ട ആ ഒരു കാലഘട്ടത്തിൽ കണ്ട ഒരു നറേഷൻ പാറ്റേൺ അതാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഗ്യാപ്പിന് ശേഷം ആ ഒരു പാറ്റേൺ നമ്മൾ കണ്ടുകൊണ്ട് ഒരു ഫ്രഷസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ഡീസന്റ് എൻഗേജിങ് അനുഭവം തന്നെയാണ് സമ്മാനിച്ചത്. അപ്പോഴും ടൊവിനോയുടെ ക്യാരക്ടറായ വർഗീസിന്റെ പ്രവർത്തനങ്ങളൊന്നും എല്ലാം ന്യായീകരിക്കാവുന്ന ഒന്നായി തോന്നിയില്ല. അവിടെ എല്ലാം ഒരു വീക്ക് ക്യാരക്ടർ റൈറ്റിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് ഹാഫും തുടക്കവും ഒക്കെ ഏകദേശം ഡീസന്റ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ സിനിമയുടെ എല്ലായിടത്തും ഈ വീക്ക് റൈറ്റിംഗ് ഉള്ളതുകൊണ്ട് ഈ സിനിമയിൽ മൊത്തത്തിൽ നമുക്കൊരു ഇമ്പാക്ട് നമുക്ക് ഒട്ടും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് സത്യം. ഈ സിനിമ ഉടനീളം കുറെ ഇമോഷണൽ ലേയേഴ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെയൊക്കെ ഒരു ഇമോഷണൽ ഡെപ്ത് ആണ് നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത്. ഈ ട്രൈബൽസിന് വേണ്ടിയുള്ള വോയിസ് അവസാനം ഒരു കേൾക്കാതെ പോയ ഒരു വോയിസ് പോലെയാണ് ഫീൽ ചെയ്തത്. ആദിവാസികളുടെ ഓരോ പോർഷൻസ്, അവരുടെ ചുറ്റുപാട്, ജീവിതം, വേദന, വിഷമം എല്ലാം നല്ല വൃത്തിക്ക് ഒരു രീതിയിൽ മോശം പറയാത്ത രീതിയിലാണ് ഇവർ കഥ പറഞ്ഞിരിക്കുന്നത്. സബ് ടൈറ്റിൽ ചൂസ് ചെയ്തത് വളരെ നല്ലൊരു തീരുമാനമായിട്ട് തന്നെയാണ് തോന്നിയത്. അതേസമയം പോലീസിന്റെ പോർഷൻസ് അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അവരെന്താണ് ഇങ്ങനെ, അതിനുള്ള ഒരു മറുപടിയും കൃത്യമായിട്ട് തന്നിട്ടില്ല. പിന്നെ ക്ലൈമാക്സ് ആണ് കുറച്ചും കൂടെ മാറ്റം വന്നായി തോന്നിയത്. പക്ഷെ അവിടെയും ഈ വീക്ക് റൈറ്റിംഗ് കാരണം എല്ലാം ഒരു തട്ടിക്കൂട്ട അനുഭവമാണ് കിട്ടിയത്. റിട്ടൺ ബൈ എബിൻ ജോസഫ്. കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് എഴുതായിരുന്നു എന്ന് തോന്നി. ജെയ്ക്സ് ബിജോയ് പറഞ്ഞത് ടൊവിനോയുടെ തന്നെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് നരിവേട്ടയിൽ നിന്നാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് ജോലി കിട്ടാത്ത ആ ഒരു വേഷം, ആ ഒരു ചെറുപ്പക്കാരന്റെ വേഷം ടൊവിനോ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. പക്ഷെ ആ പോലീസ് കോൺസ്റ്റബിൾ ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊരു എത്തും പിടിയിലത്ത് അഭിനയിച്ച പോലെ ഒരു മട്ടാണ് കിട്ടിയത്. ക്ലൈമാക്സിലാണെങ്കിലും ടൊവിനോയ്ക്ക് സ്കോർ ചെയ്യാനുള്ള കിടിലൻ പോർഷൻസ് കുറെ സിനിമ നൽകുന്നുണ്ടായി. പക്ഷെ അവിടെയൊക്കെ ഒരു ഇമോഷണലി വീക്ക് പെർഫോമൻസ് ആണ് ടൊവിനോ കാഴ്ചവെച്ചത്. സുരാജിന്റെ ക്യാരക്ടർ ആണെങ്കിലും സുരാജിന്റെ പെർഫോമൻസ് എല്ലാം നല്ല വൃത്തിക്ക് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചേരാൻ കുറെ കഴിഞ്ഞിട്ടാണ് സ്ക്രീനിൽ വന്നിരിക്കുന്നത്. അതും നല്ല കിടിലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആദിവാസികളുടെ ഓരോ ആൾക്കാരും ആ ഭാഗങ്ങളെല്ലാവരും നല്ല വൃത്തിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ മുന്നോടിയായ ആര്യ സലീമും നല്ല വൃത്തിക്ക് തന്നെ ആ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയ് കറക്റ്റ് ഈ സിനിമയുടെ പൾസ് അറിഞ്ഞ് തന്നെയാണ് ഈ സിനിമയുടെ ഈണം നൽകിയിരുന്നത്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല പാട്ടുകളും നമുക്ക് ആ ഒരു ട്രൈബൽസിന്റെ ഫീൽ നല്ലോണം നമുക്ക് കിട്ടും. എഡിറ്റിംഗ് സെക്കൻഡ് ഹാഫിൽ ഒന്നാമത് ഈ പടം പ്രെഡിക്റ്റബിൾ ആണെന്ന് നന്നായിട്ട് പറഞ്ഞല്ലോ. അവിടെ അതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ ഒന്ന് പിടിക്കായിരുന്നു. നല്ല രീതിയിൽ ലാഗ് അടിക്കും. വിഷ്വൽസ് ഈ സിനിമയുടെ എസെൻസ് അറിഞ്ഞു തന്നെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ ക്ലൈമാക്സിലെ വൺ ഷോട്ട് സീക്വൻസ് അങ്ങനെ ഭയങ്കര ഒരു വേസ്റ്റഡ് എഫേർട്ട് ആയിട്ടാണ് തോന്നിയത്. ഏതായാലും നരിവേട്ട എന്ന സിനിമ പേഴ്സണലി എനിക്ക് വർക്ക്ഔട്ട് ആയില്ല. ഈ ഡാർക്ക് ചാപ്റ്റർ കുറച്ചും കൂടെ ഒരു കിഡിലൻ ഇമോഷണൽ ഡാർക്ക് സിനിമയായി മാറ്റായിരുന്നു ജിഗ്രതാണ്ട ഡബിൾ എക്സ് എന്ന സിനിമയുടെ ക്ലൈമാക്സ് പോലെ തന്നെ. പക്ഷെ ഈ വീക്ക് റൈറ്റിംഗ് എല്ലാം ഒരു ആവറേജ് സിനിമയായിട്ട് മാത്രം ഒരു അനുഭവമാണ് എനിക്ക് പേഴ്സണലി തന്നത്. എന്ത് വന്നാലും ശരിക്കും നടന്ന അല്ലെങ്കിൽ ആ മറന്നുപോയ ആ ഒരു കലാപത്തിനെ പറ്റി കാണണമെന്നുണ്ടെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം നരിവേട്ട എന്ന സിനിമ.